ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഡിഗ്രി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന, ഡിഗ്രി അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നിങ്ങളുടെ കോട്ടയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സംശയങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഇനി അങ്ങോട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, മറ്റ് ഓരോരോ അപ്ഡേറ്റുകളും കൃത്യമായിട്ടുള്ള സമയത്ത് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടതിൽ അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നു. അപ്പോൾ തന്നെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നീറ്റോ കീമോ ചെയ്യുന്നത് പോലെയല്ല ഈ വീഡിയോ കാണുന്ന പലരും പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ, അല്ലെങ്കിൽ ചില സ്പെഷ്യലൈസ്ഡ് ഡിഗ്രി കോഴ്സുകളിൽ, അതുമല്ല എങ്കിൽ ഈ 4 വർഷം 3 വർഷം അങ്ങനെ ഡിഗ്രിയെക്കുറിച്ച് പറയുമ്പം ഈ എല്ലാവരെക്കുറിച്ചും പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, സയൻസ് കഴിഞ്ഞവരുണ്ടാകും, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവരുണ്ടാകും, അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ നിന്നാൽ BSc BA ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് ഓപ്ഷൻസ്. അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജുകൾ, കീമോ നീറ്റോ പോലൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം പോലും അല്ല. അപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്, അലോട്ട്മെൻറ്റ് ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് പല യൂണിവേഴ്സിറ്റികളും പല ഡേറ്റുകളാണ് പറയുന്നത്. ഇപ്പോൾ കാലിക്കറ്റിനാണെങ്കിലും നമ്മുടെ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഏകദേശം അവസാനിച്ച് കഴിഞ്ഞു, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ തന്നെ MG യൂണിവേഴ്സിറ്റി ഏകദേശം ഇപ്പോൾ നമ്മുടെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് പറയുന്നത് എല്ലാം, ഈ MG ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ജൂലൈ 1 തുടങ്ങുമെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകുക. അതാണ് ഇപ്പോൾ ഇറങ്ങിയ സർക്കുലർ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവർ എന്താണ്, ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം നടത്തുവാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ജൂലൈ 1 എത്തിക്കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഇതെല്ലാം തീരുമെന്ന് പറഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റും, നിങ്ങൾക്ക് സെൽഫ് റിപ്പോർട്ടിങ്ങും, അതിനുശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും, ആ ലിസ്റ്റുകൾ മാറി മറിയുന്നതും, അതിൻ്റെ കറക്ഷൻസും, തേർഡ് അലോട്ട്മെൻറ്റ് വരെ. അതിന് കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അതിന് പിന്നീട് ശേഷമായിരിക്കും. അപ്പോൾ നിലവിൽ MGU പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 24-നും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏകദേശം ജൂൺ 18-നുമാണ് എന്ന ഒരു അപ്ഡേറ്റാണ് നമുക്ക് ചില വെബ്സൈറ്റുകൾ വഴി ലഭിക്കുന്നത്. കാലിക്കറ്റ് അത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് BA പോലുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പ്രത്യേക തരത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയറാണ്. അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കേരള യൂണിവേഴ്സിറ്റി, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റാണ് കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾക്കും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ അകത്ത് ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കടന്നു പോവുകയും നിങ്ങളവിടെ ഡോക്യുമെൻറ്റുകളുമായിട്ട് സെൽഫ് റിപ്പോർട്ടിംഗ് ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതില്ല എങ്കിൽ അത് മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ്, ഒരു പോർട്ടൽ ഓപ്പൺ ആകുകയും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള 2-3 ആഴ്ചയിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിഗ്രി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന, അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഓരോ അപ്ഡേറ്റിനും വളരെയധികം ജാഗ്രത എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇപ്പോൾ കീമിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് +2 മാർക്ക് ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ചെയ്തതിൽ വരെ തെറ്റിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ്, അങ്ങനെ ഒരു നമ്മൾ അറിഞ്ഞുകൂടാതെ അത് തെറ്റിക്കരുത് എന്നൊരു നയമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയും ചെയ്യരുത്. നിങ്ങൾക്ക് അർഹിച്ച സീറ്റ് നിങ്ങളുടെ ഈ തെറ്റുകൾ കൊണ്ടോ, നിങ്ങളുടെ ഈ അഡ്മിഷനിലെ അറിവില്ലായ്മ കൊണ്ടോ നഷ്ടപ്പെടരുത് എന്ന് ഞങ്ങൾക്ക് കൂടി വാശിയുണ്ട്. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.